എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ ഇന്നായിരുന്നു. മികച്ച ഒരു മത്സരമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നിരയിൽ വിരാട് കോഹ്ലിയാണ് ഇന്ന് തിളങ്ങിയത്. ഓസ്ട്രേലിയ പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ അവർ മുട്ടുകുത്തി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിൽ തോപ്പിച്ചതിന്റെ പ്രതികാരം ഇന്ത്യ ഇന്ന് അവർക്ക് തീർത്തു കൊടുത്തു. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യക്കും രോഹിത്തിനും ഇന്നും ടോസ് വീണ്ടും നഷ്ടപ്പെട്ടു. ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ഓസ്ട്രേലിയയ്ക്ക് നേടാനായത് 264 റൺസ് ആണ്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകളുമായി ഇന്ത്യ സമ്മർദ്ദം സൃഷ്ടിച്ചപ്പോൾ ഓസ്ട്രേലിയൻ നിരയിൽ സ്റ്റീവൻ സ്മിത്ത്, അലക്സ് ക്യാരി എന്നിവരുടെ അർദ്ധശതകങ്ങളാണ് മികച്ചു നിന്നത്. 49.3 ഓവറിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആകുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ കോപ്പർ കൊന്നോലിയെ മുഹമ്മദ് ഷമി പുറത്താക്കിയെങ്കിലും ട്രാവിസ് ഹെഡ്, സ്റ്റീവൻ സ്മിത്ത് കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ മുന്നോട്ട് നയിച്ചു. അപകടകരമായ കൂട്ടുകെട്ടിനെ തകർത്തത് ഇന്ത്യയുടെ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ വരുൺ ചക്രവർത്തിയായിരുന്നു. 33 പന്തിൽ 39 റൺസ് നേടിയ ട്രാവിസ് ഹെഡിനെ നഷ്ടമായപ്പോൾ രണ്ടാം വിക്കറ്റിൽ ഈ കൂട്ടുകെട്ട് 50 റൺസാണ് നേടിയത്. ഹെഡ് പുറത്തായ ശേഷം സ്മിത്തിന് കൂട്ടായി എത്തിയ മാർനസ് ലാബൂഷാനെയും റൺസ് കണ്ടെത്തിയപ്പോൾ ഓസ്ട്രേലിയ 100 കടന്നു. 46 റൺസ് നേടി മൂന്നാം വിക്കറ്റിൽ ഓസ്ട്രേലിയ നിലയുറപ്പിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് രവീന്ദ്ര ജഡേജ ലാബൂഷാനെയുടെ അന്തകനായി എത്തിയത്. 29 റൺസാണ് ലാബൂഷാനെ നേടിയത്. അധികം വൈകാതെ ജോഷ് ഇംഗ്ലിസിനെയും ജഡേജ മടക്കിയച്ചപ്പോൾ ഓസ്ട്രേലിയ 144 എന്ന നിലയിലായിരുന്നു. 54 റൺസ് സ്റ്റീവ് സ്മിത്തും അലക്സ് കാരയും ചേർന്ന് അഞ്ചാം വിക്കറ്റിൽ നേടിയപ്പോൾ 73 റൺസ് നേടിയ സ്മിത്തിനെ ഷമിയാണ് പുറത്താക്കിയത്. മാക്സ്വെല്ലിനെ തൊട്ടടുത്ത ഓവറിൽ അക്സർ പട്ടേൽ പുറത്താക്കിയപ്പോൾ ഓസ്ട്രേലിയ 256 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. മറുവശത്ത് അലക്സ് ക്യാരി മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഓസ്ട്രേലിയൻ വാലറ്റം നിരാശപ്പെടുത്തിയപ്പോൾ ഓസ്ട്രേലിയ 264 ഓൾ ഔട്ട് ആയി. ഷമി ഇന്ത്യയ്ക്ക് വേണ്ടി 3 വിക്കറ്റ് നേടിയപ്പോൾ വരുൺ ജഡേജ എന്നിവർക്ക് 2 വിക്കറ്റ് വീതം ലഭിച്ചു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കമാണ് ലഭിച്ചത്. 30 റൺസിൽ നിൽക്കെ 4-ാം ഓവറിൽ ഇന്ത്യൻ ഓപ്പണർ കിൽ മടങ്ങി. രോഹിത്തിന്റെ 2 ക്യാച്ചാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ പാഴാക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ 7-ാം ഓവറിൽ കൂപ്പർ കൊണോളി രോഹിത്തിനെ LBയിൽ കുരുക്കി. എന്നാൽ കോഹ്ലി ശ്രേയസിനെയും കൂട്ടുപിടിച്ച് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ഇരുവരും 91 റൺസ് കൂട്ടിച്ചേർത്തെങ്കിലും സാംബ ശ്രേയസിന്റെ അന്തകനായി. പിന്നീട് എത്തിയ അക്സർ പട്ടേലും പെട്ടെന്ന് തന്നെ മടങ്ങി. എന്നാൽ സൂപ്പർ താരം കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടം ഇന്ത്യയെ കളി ജയിപ്പിക്കുകയായിരുന്നു. മികച്ച പ്രകടനമാണ് കോഹ്ലി ഇന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് യോഗ്യത നേടി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.